ഹലോ ഗൈസ്, കൊളുക്കുമല സൺറൈസ് കാണാൻ വേണ്ടി 4:30 എണീറ്റിരിക്കുന്ന ഇരിപ്പാണി കാണും. കറക്റ്റ് 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഓള ജീപ്പ് ഗൈസ്. ഇതാണ് നമ്മൾ ഓഫ് റോഡ് അടിക്കാൻ പോണ നമ്മുടെ ചെല്ലക്കുട്ടി. വിചാരിക്കുന്ന പോലെയല്ല ഗൈസ്, ഒടുക്കുന്ന തണുപ്പാണ്. ഓഫ് റോഡിന് മുന്നേ വരെ കുറച്ച് സ്മൂത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഓഫ് റോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യപ്പോഴത്തേക്ക് മൊട്ടത്തിന്റെ പുറത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. എന്തൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കൃത്യം 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പൊക്കത്തെത്തി. ഈ വാപ്പരത് എന്തൊക്കെയാണ് കാണിക്കും. ഇവിടുന്ന് വ്യൂ പോയിന്റിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. എന്റെ ലൈഫിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ഒരു ഗ്ലോ ദൂരെ കണ്ടപ്പോഴത്തേക്കും തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ്. ഇവിടെ വന്നപ്പോഴെ മനസ്സിലായ ഒരു പള്ളിപ്പെരുന്നാളിന് ആള് തന്നെയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചെക്കനോട് വരാൻ തുടങ്ങി. പിന്നെ ക്ലൈമറ്റിന്റെ ഒരു ചേഞ്ച്, ഇതൊക്കെ ഞാൻ സിനിമയിലെ കണ്ടിട്ടുള്ളൂ ഗൈസ്. സ്വർഗം എന്നൊക്കെ പറഞ്ഞാണ്ടല്ല, ഇതാണ് ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഫേസിൽ വന്ന ഒരു സാധനം ഇല്ലേ, അത് വേറെ ലെവലാണ് ഗൈസ്. അങ്ങനെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ താഴത്തേക്ക്. ഞങ്ങൾക്ക് വേണ്ടിട്ട് ചെല്ലക്കുട്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഒരു ആവേശത്തിന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അർജുനാവിലെ പാട്ട് ഇത് കേട്ടിട്ട് അണ്ണൻ ആക്സിലേറ്റർ കാല് പോലും എടുക്കണം. അതിന്റെ ഇടയ്ക്ക് ഒരുത്തർ തല ഇടിച്ചിട്ട് ബോധം പോയെന്നാ തോന്നുന്നത്. ഷോട്ടാണെങ്കിൽ തിരിച്ചു വരാൻ കാത്തിരിക്കാൻ തോന്നി, ഈ പൂവൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടി. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ഇവരെ ഒടുക്കത്തെ റൊമാൻസ്. എന്റെ പൊന്നടാവേ, എനിക്കൊന്നും കാണാൻ വയ്യ. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഗേൾ ഫ്രണ്ടിന് പൂ പറിച്ചു കൊടുക്കുന്ന ഒരുത്തരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട്. നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു പ്രോപ്പർട്ടി. നമുക്ക് അവിടുന്ന് വണ്ടി എടുത്ത് നേരെ മൂന്നാർക്ക് വിട്ടു. എന്റെ ലൈഫിലെ വേറൊരു ആഗ്രഹമായിരുന്നു സ്പീഡ് ബോട്ടിൽ കയറാൻ വേണ്ടി. അത് നടത്താൻ വേണ്ടി നേരെ ബോട്ടിംഗ് സെന്ററിലേക്ക് വിട്ടു. ബോട്ടിങ്ങിനിടയ്ക്ക് ജീവൻ പോലും കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സോർട്ട് ചെയ്ത് പേപ്പറിലൊക്കെ സൈൻ ചെയ്യുന്നു. അങ്ങനെ സൈൻ ചെയ്ത് പേപ്പറൊക്കെ ആയിട്ട് ഞങ്ങൾ ബോട്ടിൽ കയറാൻ കട്ട വീറ്റിംഗ്. അങ്ങനെ നമ്മുടെ ബോട്ടത്തിൽ കഴിച്ചു. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഡ്രിഫ്റ്റ് അടിക്കുന്നു. അങ്ങനെ ഒരു 15 മിനിറ്റ് ഫുള്ള് വെള്ളം. ചില ആൾക്കാർ ഇവിടെ കരഞ്ഞു തുടങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബ്രെഡ് ഓംലെറ്റ് ഓർഡർ ചെയ്തു. സത്യമായിട്ട് ഇവൻ വർക്ക് ചെയ്യുന്ന കടയാണ് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേസ്. അവിടെ നിന്ന് നേരെ എക്കോ പോയിന്റ് ലക്ഷ്യവിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് സോട്ടനെ കൊണ്ട് 2 എക്കോ അടുപ്പിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ അടിച്ചു. തിരിച്ചു വന്നവര് ഞങ്ങൾ ശരിക്കും ടയർഡായി. അതിന്റെ വിഷമത്തിന് നേരെ ക്ലബ് ഷാവായി കയറി മന്തി അയച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോയി. ഓക്കെ ബൈ.